ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസ്മിൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, എൻ്റെ തലയ്ക്ക് ഭ്രാന്തായതുകൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെ, നടന്നേ തീരൂ. നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞത്. ആ വാക്ക് ഉറപ്പിക്കൽ കഴിഞ്ഞിട്ട് മാസിപ്പോൾ എത്രയായി? എത്ര നാളായി ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം. അപ്പോൾ അച്ഛമ്മ പറയും, വിശാലിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ മോളെ, ഇനിയും നീ ഇവനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പോൾ വിശാല് പറയും, ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടിയാണ് നീ ഞങ്ങളുടെ സമയം പാഴാക്കുന്നത്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നിങ്ങളുടെ സമയം പാഴാവുന്നതിൽ വലിയ വിഷമമാണ് അല്ലേ? അപ്പോൾ മാസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാഴാക്കിയ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ അതൊന്നും ചിന്തിച്ചു നോക്ക്. അപ്പോൾ വിശാല് പറയും, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നീ യാഥാർത്ഥ ബോധത്തോടെ ചിന്തിക്കണം. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, നീ എന്നെ വിട്ടേക്ക്. അപ്പോൾ ജാസ്മിൻ പറയും, എൻ്റെ ബോധത്തിന് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ വിവാഹം. ഒരു മുഖം മാത്രമേ ഉള്ളൂ, വിശാലിൻ്റെ മുഖം. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതമാണ്. അപ്പോൾ വിശാല് പറയും, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നമ്മുടെ കല്യാണം എപ്പോൾ നടത്താം? അപ്പോൾ വിശാല പറയും, അതിനി നടക്കില്ല, അത്ര തന്നെ. അപ്പോൾ ജാസ്മിൻ പറയും, നടക്കും, നമ്മുടെ വിവാഹം നടക്കും. ഞാൻ ഇവിടെ എൻ്റെ വിഷമം പറയുമ്പോൾ നിങ്ങൾ ആരും എന്താണ് ഒന്നും പറയാത്തത്? നിങ്ങൾക്കാർക്കും ഇതിലൊരു അഭിപ്രായവും പറയാനില്ലേ? അപ്പോൾ പ്രഭാവതി പറയും, ഞങ്ങൾ എന്താ അഭിപ്രായം പറഞ്ഞാലും വിവാഹത്തിന് തയ്യാറാവേണ്ടത് വിശാലല്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, വിവാഹം നടത്താമെന്ന് ഉറപ്പ് തന്ന നിങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? അപ്പോൾ സുശീല ജാസ്മിനോട് പറയും, ജാസ്മിനുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ട് വിശാല് വേറെ ഒരു വിവാഹം കഴിച്ചത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു വിവാഹം നടത്താൻ പാടില്ലായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയും, ഭാഗ്യം, സുശീലാൻ്റിയെങ്കിലും എനിക്ക് വേണ്ടി വാ തുറന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ പല്ലവിക്ക് ഒരു സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പല്ലവി മനസ്സിൽ പറയും, എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി. ഇവൾ വിപിൻ സാറിനെ കറക്കിയെടുക്കും എന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. അപ്പോൾ ഗാർഗി ജാസ്മിനോട് പറയും, കഴിഞ്ഞത് കഴിഞ്ഞു. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ മുറവിളി കൂട്ടിയിട്ട് എന്താ കാര്യം ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ പറയും, വിവാഹം എന്ന് നടത്താം, എനിക്കതിന് ഉത്തരം കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പാർവതി മുകളിൽ നിന്ന് വരുന്നേട്ടോ. എന്നിട്ട് വന്നിട്ട് പറയും, നിനക്ക് അനുയോജ്യനായ ഒരു പയ്യനെ കിട്ടിയാൽ തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ ജാസ്മിൻ്റെ വിവാഹം ഞങ്ങൾ നടത്താം. അപ്പോൾ ജാസ്മിൻ പറയും, എനിക്ക് അനുയോജ്യനായ വരൻ ഈ വിശാലാണ്. നടക്കേണ്ടത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമാണ്. ആ വിവാഹത്തിന്റെ വാക്കുറപ്പിക്കൽ കഴിഞ്ഞതാണ്. അതിനിടയ്ക്കാണ് നീ കെട്ടിയെഴുന്നള്ളിയത്. ഇല്ലെങ്കിലേ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം ഇതിനു മുമ്പേ നടക്കുമായിരുന്നു. അപ്പോൾ വിശാൽ ചോദിക്കും, ആരാണ് ഞാനും നീയും തമ്മിലുള്ള വിവാഹത്തിന് വാക്കുറപ്പിച്ചത്? നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാർവതി പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയാൽ നിന്റെ വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. അപ്പോൾ ജാസ്മിൻ പറയും, ഇല്ല, അത് നടക്കില്ല. ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വിശാൽ എന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ പാർവതി പറയും, സാർ ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യില്ല. ഇനി അഥവാ സാറ് ഡിവോഴ്സിന് ശ്രമിച്ചാലും ഞാൻ സാറിന് ഡിവോഴ്സ് കൊടുക്കില്ല. അപ്പോൾ പിന്നെ നീ എന്തു ചെയ്യും? നീ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് നടക്കാത്ത സ്വപ്നത്തിന് പിന്നാലെ നടന്ന് നല്ലൊരു ജീവിതം പാഴാക്കി കളയുന്നത്? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല, എങ്കിലും സാറ് എതിർപ്പൊന്നും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നു മുതൽ ഞാനും വിശാൽ സാറും 2 മുറിയിലെ കിടപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്തിന് 2 മുറിയിൽ കഴിയണം? ഞങ്ങൾ ഇന്നു മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയും. വിശാൽ സാർ എന്തു പറയുന്നു? ഞാൻ പറഞ്ഞത് അവിവേകമാണോ? അപ്പോൾ വിശാൽ പറയും, ഒരിക്കലുമല്ല. ഇത്രനാൾ നീണ്ടുപോയതിലുള്ള വിഷമമേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. അപ്പോൾ അച്ഛമ്മ പറയും, ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ, നന്നായി മക്കളെ. അപ്പോൾ ഗാർഗി പറയും, നിങ്ങളുടെ പ്രഥമ രാത്രിക്ക് ആശംസകൾ. പിന്നെ കാണിക്കുന്നത് പല്ലവി പോയിട്ട് വിപിനോട് പറയും, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇത് കേൾക്കുമ്പോൾ വിപിൻ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിന്റെ സമാധാനം ആരാ ഇല്ലാതാക്കിയത്? അപ്പോൾ പല്ലവി പറയും, ജാസ്മിൻ. അവൾ വിപിൻ സാറിനെ കല്യാണം കഴിക്കുമോ എന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ഇന്നിപ്പോൾ അത് മാറി. അപ്പോൾ വിപിൻ പറയും, ജാസ്മിനെ ഞാൻ കല്യാണം കഴിക്കാനോ? നിനക്കെന്താ ഭ്രാന്താണോ പല്ലവി? അവളെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ് എനിക്ക്. അപ്പോൾ പല്ലവി പറയും, അവൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവൾക്ക് വിശാൽ സാറിനെ കല്യാണം കഴിക്കണം പോലും. നടന്നത് തന്നെ.
ചേച്ചി അവൾക്ക് ശരിക്കും അറിയില്ല. ചേച്ചി പാവം പോലെ ഇരിക്കുന്നുവെങ്കിലും വിശാൽ സാറിന്റെ കാര്യം വന്നാൽ ചേച്ചി ചീറ്റപ്പുലിയാവും. വിശാൽ സാറിനെ ചേച്ചി അവൾക്ക് വിട്ടുകൊടുക്കും എന്നാണോ അവൾ കരുതുന്നത്? അതിന് തപസ് ഇരുന്നാൽ പോലും സാധിക്കില്ല. ജാസ്മിൻ ഇവിടെ നിന്ന് നാണം കെട്ട് തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ വിശാൽ സാറിനെ കിട്ടാത്തതിന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ വിപിൻ പറയും, സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. സത്യസന്ധമായ ഒന്നാണെങ്കിൽ അത് ജയിക്കും. ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയും, എന്റെ സ്നേഹം സത്യസന്ധമാണല്ലോ, അപ്പോ എന്റെ സ്നേഹം വിജയിക്കുമോ? ഇത് കേൾക്കുമ്പോൾ വിപിന് ദേഷ്യം വരികയാണ് കേട്ടോ. അതേസമയം ജാസ്മിൻ പാർവതി പറഞ്ഞ കാര്യങ്ങളോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത്. എന്നിട്ട് സുശീല ജാസ്മിനോട് ചോദിക്കും, നീ 8ന്റെ അടവെടുക്കുമ്പോൾ അവൾ 18ന്റെ അടവെടുക്കുകയാണല്ലോ ജാസ്മിനെ. അവളെ ഒതുക്കാനുള്ള നിന്റെ പ്ലാൻ എല്ലാം അവൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണല്ലോ. അവൾ ബുദ്ധിമതിയാണ്. അവളെ അടിച്ചോടിക്കാനേ നിസാര ബുദ്ധിയൊന്നും പോരാ. അപ്പോൾ ജാസ്മിൻ പറയും, എൻ്റെ മുമ്പിൽ വെച്ച് ആൻറ്റി അവളെ അപ്രീഷിയേറ്റ് ചെയ്തത് മതി. അപ്പോൾ സുശീല പറയും, ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്തൊന്നും അല്ല, ഇപ്പോൾ ഇവിടെ നടന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നീ എന്തൊക്കെ സർക്കസ് കാണിച്ചു? അവളെ കൊല്ലാൻ വരെ നീ നോക്കിയില്ലേ? എന്നിട്ടും അവൾ രക്ഷപ്പെട്ടില്ലേ? നിന്റെ എല്ലാ നീക്കങ്ങളും പരാജയത്തിലല്ലേ കടാക്ഷിച്ചത്? അപ്പോൾ ജാസ്മിൻ പറയും, ശരിയാണ്, എപ്പോഴും പരാജയം തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതി ഞാൻ എന്നും തോൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. വിശാലുമായിട്ടുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഈ ജാസ്മിൻ അത് നടത്തിയിരിക്കും. അപ്പോൾ സുശീല ചോദിക്കും, അത് എന്ന് നടക്കും എന്നാ നീ പറയുന്നത്? ഇതിങ്ങനെ നീണ്ടുപോയാലേ നിന്റെ ആഗ്രഹവും വാശിയും നടക്കാൻ പോകുന്നില്ല. അവൾ പറഞ്ഞത് കേട്ടില്ലേ, അവരുടെ ആദ്യ രാത്രി നടക്കാൻ പോവുകയാണെന്ന്. ഇനി അവളും വിശാലും ഒരു മുറിയിൽ കിടക്കാൻ പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ വിശാൽ പൂർണ്ണമായും പാർവതിയുടെ ചൊൽപ്പടിയിലാവും. മാത്രമല്ല അവൾ അധികം വൈകാതെ ഗർഭിണിയാകും. അതോടെ അവരുടെ ബന്ധം ദൃഢമാകും. അപ്പോൾ ജാസ്മിൻ പറയും, വിശാലും പാർവതിയും തമ്മിലുള്ള ആദ്യ രാത്രി നടന്നാലല്ലേ ആൻറ്റി പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കൂ? ആ ആദ്യ രാത്രി നടക്കില്ല. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ ആൻറ്റി കാത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം വിശാല് പാർവതിയുടെ പഴയ കുറെ ഫോട്ടോകളെല്ലാം മൊബൈലിലിരുന്ന് കാണുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്തൊരു മാറ്റാ പാർവതിക്ക്, ഇപ്പോൾ അവള് ആളാകെ മാറിപ്പോയി. എന്നിട്ട് ആ ആക്സിഡന്റും പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടിയതെല്ലാം വിശാൽ ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, എനിക്കിന്ന് നിന്നെ കല്യാണ പുടവയിൽ കാണണം. അതേസമയം ഗാർഗി മണിയറ ഒരുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പ്രഭാവതിയും പ്രതാപനും വരുന്നത് കേട്ടോ. എന്നിട്ട് മണിയറ ഒരുക്കിയത് കാണുമ്പോൾ പ്രഭാവതി പറയും, ഒരുക്കങ്ങൾ നന്നായിട്ടുണ്ടല്ലോ മോളെ. അപ്പോൾ ഗാർഗി പറയും, ആണോ അമ്മേ, പെട്ടെന്നായതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പാർവതി ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ പ്രതാപം പറയും, വിവാഹം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ആദ്യ രാത്രി. അതിങ്ങനെ എടുപിടിയെന്ന് നടത്താൻ പാടുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രഭാവതി പറയും, അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ പ്രതാപ, ഇനി ഇത് പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അപ്പോൾ ഗാർഗി പറയും, അങ്കിൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ബ്രോയും പാർവതിയും 2 മുറിയിൽ കഴിയുന്നത് വിഷമകരമല്ലേ? എന്തായാലും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും. പിന്നെ നമ്മളിവിടെ തർക്കിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ബ്രോ വരാൻ നേരമായി. അതിനു മുമ്പ് പാർവതിയെ ഞാൻ അണിയിച്ചൊരുക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും, കണ്ടില്ലേ ചേച്ചി, മണിയറ അലങ്കരിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യ രാത്രി നടക്കും. അങ്ങനെ പറയുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.